എവരിവൺ, ഇന്നു മുതൽ നമ്മൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ അഥവാ CDPO എന്ന പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സൈക്കോളജി പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്ത് ജനറൽ നോളേജ്, സോഷ്യൽ വർക്ക്, ഹോം സയൻസ്, സോഷ്യോളജി, സൈക്കോളജി ഇത്രയും ഭാഗങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഞാൻ സൈക്കോളജി പോർഷൻസ് മാത്രമേ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സൈക്കോളജി പോർഷൻസ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് മൊഡ്യൂളായിട്ട് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ, മൂന്നാമത്തേത് മോട്ടിവേഷൻ, ഇമോഷൻ ആൻഡ് സ്ട്രെസ്, നാലാമത്തേത് ഡെവലപ്മെൻ്റൽ സൈക്കോളജി, അഞ്ചാമത്തെ ടോപ്പിക്ക് സോഷ്യൽ സൈക്കോളജി, ആറാമത്തെ മൊഡ്യൂളായിട്ട് പേഴ്സണാലിറ്റി ആൻഡ് അബ്നോർമൽ ബിഹേവിയർ. സിലബസിൻ്റെ എല്ലാ ഭാഗവും ഞാനിവിടെ കാണിച്ചിട്ടില്ല. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളാണ്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് തുടങ്ങാം. ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി ലെവലിൽ എടുക്കുന്ന ക്ലാസ്സുകളിൽ അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മലയാളത്തിൽ നമ്മൾ വീണ്ടും അതേ സബ്ജക്ട്സ് തന്നെ, അതേ ഏരിയാസ് തന്നെ ഡിസ്കസ് ചെയ്യുകയാണ്. ആദ്യമേ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന ടോപ്പിക്കിൽ സൈക്കോളജി എന്താണ്, സൈക്കോളജി ആസ് എ സയൻസ് എന്ന രീതിയിൽ എങ്ങനെയാണ്, സൈക്കോളജിയിലെ മെത്തേഡ്സ് എന്താണ് എന്ന് നോക്കാം. വാട്ട് ഈസ് സൈക്കോളജി? സൈക്കോളജി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഒരു സൈക്ക് നമ്മളിൽ ഒടുക്കുന്നുണ്ട് അല്ലേ? സൈക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം സോൾ അഥവാ ഗ്രീക്ക് റൂട്ടിൽ നിന്നാണ് ഈ ഒരു വേർഡ് വന്നിട്ടുള്ളത്. ലോഗോസ് എന്നാൽ സ്റ്റഡി അഥവാ വേൾഡ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ മൈൻഡിനെ കുറിച്ചുള്ള പഠനം അല്ലേ, മനസ്സിനെ കുറിച്ചുള്ള പഠനം എന്ന അർത്ഥത്തിലാണ് സൈക്കോളജി എന്ന ഒരു വാക്ക് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സൈക്കോളജി? എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൈൻഡിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോർമലി അറിയാം, മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ടിൽ തൊടുന്നു അല്ലെങ്കിൽ തലയിൽ തൊടുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മൈൻഡ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആക്ച്വലി ഇവിടെ മൈൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ ബ്രെയിനിൻ്റെ ടോട്ടൽ ഫങ്ഷനാണ്. അതായത് ടോട്ടൽ ഫങ്ഷൻ ഓഫ് ദ ബ്രെയിൻ ആണ് നമ്മൾ ആക്ച്വലി ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിനിൻ്റെ ആകെ പ്രവർത്തനമാണ് ബ്രെയിൻ, നമ്മുടെ മൈൻഡ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ എങ്ങനെ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് സൈക്കോളജിയെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കൊഗ്നിഷൻ. ദാറ്റ് മീൻസ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഓരോ റെസ്പോൺസിനോടും ഓരോ സ്റ്റിമുലസിനോടും നമ്മുടെ പ്രതികരണമാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. എനി റെസ്പോൺസ് ഓർ ആക്ടിവിറ്റി ഓഫ് എൻ ഓർഗാനിസം. ഞാൻ സംസാരിക്കുന്നു, ഇറ്റ്സ് എ ബിഹേവിയർ. അപ്പോൾ ഓരോന്നും ഓരോ റെസ്പോൺസും ഒരു സ്റ്റിമുലസിനോട് നമ്മുടെ ഒരു ഓർഗാനിസത്തിൻ്റെ ഏതൊരു റെസ്പോൺസിനെയും ഏതൊരു ആക്ടിവിറ്റിയെയും നമുക്ക് ബിഹേവിയർ എന്ന വാക്കുകൊണ്ട് നിർവചിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനം. ഇത് കൂടാതെ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് വൈജ്ഞാനികമായ, മലയാളത്തിൽ പറയുമ്പോൾ വളരെ ടഫായിട്ടുള്ള വേർഡ്സ് ആണ്. ഇപ്പം PG ലെവലിലെ എക്സാം ആയതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെയാണ് CDPOയുടെ എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞു പോവാം. കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ചിന്തിക്കുക, തിങ്കിങ്, നമ്മുടെ മെമ്മറി, നമ്മുടെ ലേണിംഗ്, പഠനം എന്ന് പറയുന്നതൊക്കെയും കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. അതായത് ഉയർന്ന തലത്തിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഉയർന്ന തലത്തിലുള്ള പ്രോസസ്സുകളെയൊക്കെ നമുക്ക് കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ടാണ്, നമ്മുടെ മെമ്മറീസാണ്, നമ്മുടെ മെൻ്റൽ ഇമേജസ് ആണ്, നമ്മുടെ റീസണിങ്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു, ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നു. ഇതിനൊക്കെ നമുക്ക് കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കോഗ്നിറ്റീവ് പ്രോസസ് മീൻസ് എവറി ആസ്പെക്റ്റ് ഓഫ് അവർ മെൻ്റൽ ലൈഫ്. ദറ്റ് മീൻസ് our thoughts, our memories, our mental images, reasoning, decision making, etc. In short, all aspects of the workings of human mind is considered as cognitive processes. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചും ബിഹേവിയറിനെ കുറിച്ചുമുള്ള പഠനമാണ്, അതിനെക്കുറിച്ചുള്ള സയൻസാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻ്റെ 2 പാർട്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഒന്ന് പറഞ്ഞിട്ടുള്ളത് കൊഗ്നീഷനും ഒന്ന് ബിഹേവിയറും. അടുത്തൊരു കോൺസെപ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് സൈക്കോളജി ആസ് എ സയൻസ്. ഇവിടെ സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാര്യം തൊട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങണം.
അതായത് സൈക്കോളജി അതിൻ്റെ പല ഡിഫറെൻറ്റ് റൂട്ട്സിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷേ അത് ഡെവലപ്ഡ് ആസ് എ സയൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് എപ്പോഴും നമ്മൾ സയൻസ് എന്ന് നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയായിരിക്കണം, പ്രൂവ് ചെയ്യാൻ പറ്റണം. ഓരോ കാര്യങ്ങളെയും പ്രൂവ് ചെയ്യാൻ പറ്റും, എക്സ്പെരിമെൻ്റലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നെങ്കിലാണ് നമുക്ക് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും സൈക്കോളജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന ഒരു വ്യൂവിലാണ് സൈക്കോളജി ഒരു സയൻസ് ആയിട്ട് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. പണ്ട് ഇത് ഹ്യൂമാനിറ്റീസിൻ്റെ ഭാഗമായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ പണ്ട് വളരെ കാലം മുമ്പ് ഫിലോസഫി എന്നൊരു സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സൈക്കോളജിയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, സോക്രട്ടീസിനെ 469-399 BC കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സോക്രട്ടീസ് നമ്മുടെ ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. 19th സെഞ്ച്വറിയുടെ എൻഡിൽ വരെ നമ്മൾ സൈക്കോളജിയെ ഫിലോസഫിയുടെ ഒരു പാർട്ടായിക്കൊണ്ട് അല്ലെങ്കിൽ ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ച് ആയിക്കൊണ്ടായിരുന്നു നമ്മൾ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. സൈക്കോളജി ആസ് എ പാർട്ട് ഓഫ് ഫിലോസഫി. ഇപ്പോൾ ഏർലിയസ്റ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. നമ്മുടെ ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? സോക്രട്ടീസിനെയാണ്. അപ്പോൾ ഇവിടെ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ ഇവരെ നമ്മൾ ഏർലിയസ്റ്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് സ്റ്റുഡൻസ് ഓഫ് അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് ആണ് ഇവർ. അപ്പോൾ ഇവിടെ പ്ലാറ്റോയ്ക്കും സൈക്കോളജിയെക്കുറിച്ചൊരു വ്യൂ ഉണ്ടായിരുന്നു, അരിസ്റ്റോട്ടലിനും വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാറ്റോ പറഞ്ഞു മച്ച് നോളേജ് വാസ് ഇന്നേറ്റ്. നോളേജ് എന്ന് പറയുന്നത് കൂടുതൽ നോളേജും എങ്ങനെയാണ്, ഇന്നേറ്റ് ആണ് എന്ന് പറഞ്ഞു. അതേസമയം അരിസ്റ്റോട്ടിൽ കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള അറ്റംപ്റ്റിനെയാണ് കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി പ്രകാരം ഈച്ച് ചൈൽഡ് വാസ് ബോൺ ആസ് എൻ എംപ്റ്റി സ്ലേറ്റ്. ഓരോ കുട്ടിയും ജനിക്കുന്നത് ഒരു എംപ്റ്റി സ്ലേറ്റുമായിട്ടാണ്. ഇനി അവിടെ നോളേജ് ഇന്നേറ്റ് അല്ല, ആ ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ കൊണ്ടുപോകുന്നത്. അരിസ്റ്റോട്ടിൽ പറയുന്നു നോളേജ് വാസ് എങ്ങനെയാണ്, നമ്മൾ അക്വയർഡ് എന്നാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ നോളേജ് നമ്മൾ അക്വയർ ചെയ്യാണ്. നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ ലേണിങ്ങിലൂടെ നോളേജിലൂടെ നമ്മൾ അക്വയർ ചെയ്യാണ്. സോ നോളേജ് വാസ് അക്വയർഡ് ത്രൂ ലേണിംഗ് ആൻഡ് നോളേജ് എന്നുള്ളതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പ്ലേറ്റോ പറഞ്ഞത് എന്താണ്, നോളേജ് വാസ് ഇന്നേറ്റ് എന്നാണ്. അതേസമയം അരിസ്റ്റോട്ടിൽ പറഞ്ഞു കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ട് അദ്ദേഹം പറഞ്ഞു, സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചിനെയാണ് അദ്ദേഹം പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു ഈച്ച് ചൈൽഡ് ബോൺ ആസ് എൻ empty slate and knowledge was acquired through learning and knowledge എന്ന് പറയും. അതായത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും നമ്മൾ പഠിത്തത്തിൽ നമ്മൾ പഠിക്കുന്നുള്ള അനുഭവങ്ങളിലൂടെ പഠിക്കുന്നതിലൂടെയൊക്കെയാണ് നമ്മുടെ നോളേജ് നമ്മൾ അക്വയർ ചെയ്യുന്നത് എന്ന രീതിയിലാണ് നമ്മുടെ ആര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അരിസ്റ്റോട്ടലിൻ്റെ അഭിപ്രായം. നമ്മുടെ സോക്രട്ടീസ് 469-399 BC ജീവിച്ചിരുന്ന സോക്രട്ടീസിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് സോൾ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം കോൺസെപ്റ്റ് ഓഫ് ദി സോൾ എന്നൊരു കോൺസെപ്റ്റിൽ അദ്ദേഹം പറഞ്ഞു ദ സോൾ വാസ് സെപ്പറേറ്റ് ഫ്രം ദി ബോഡി. ബോഡിയിൽ നിന്ന്, നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ സോൾ, ആത്മാവ് എന്ന് പറയുന്നത് വേർപെട്ടിരിക്കുന്നു. സോൾ വാസ് സെപ്പറേറ്റഡ് ഫ്രം ദി ബോഡി എന്നുള്ളത്. സോ ദ കോൺസെപ്റ്റ് ലേറ്റർ ഡിഫൈൻഡ് ആസ് ഡ്യുവലിസം. അത് ആ ഒരു കോൺസെപ്റ്റിനെയാണ് പിന്നീട് ഡുവലിസം, അതായത് രണ്ട് കാര്യങ്ങളാണല്ലോ, ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മുടെ സോൾ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കോൺസെപ്റ്റ് ഉണ്ടല്ലോ, സോളും ബോഡിയും രണ്ടായിട്ടല്ലേ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് പിന്നീട് അറിയപ്പെട്ടത് ഡ്യുവലിസം എന്നാണ്. ഈ ഒരു കോൺസെപ്റ്റ് പിന്നീട് അറിയപ്പെട്ടത് 387 BC പ്ലാറ്റോ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്ലാറ്റോയുടെ കോൺസെപ്റ്റ് ഇന്നേറ്റ് ഐഡിയാസ് ആണ് അദ്ദേഹം ഊന്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. നോളേജ് എന്ന് പറഞ്ഞത് ഇന്നേറ്റ് ആണ് എന്ന് പ്ലാറ്റോ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഇനി അനദർ പോയിന്റ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ ഈസ് ദ സീറ്റ് ഓഫ് മെൻ്റൽ പ്രോസസ്സ് എന്നുള്ളതാണ്. മെൻ്റൽ പ്രോസസ്സിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞത് ബ്രെയിൻ ഈസ് ദ സീറ്റ് ഓഫ് മെൻ്റൽ പ്രോസസ്സ്. അത് കറക്റ്റായിരുന്നു. എപ്പോഴാണെന്ന് നിങ്ങൾ ആലോചിക്കണം, 387 BC ഇങ്ങനൊരു കോൺസെപ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി 335 BC നമ്മുടെ അരിസ്റ്റോട്ടിൽ ആർഗ്യൂ ചെയ്തത് ഹാർട്ട് ഈസ് ദ സീറ്റ് ഓഫ് ദി മെൻ്റൽ പ്രോസസ്സ് എന്നുള്ളതാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ആർഗ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് മെൻ്റൽ പ്രോസസ്സിൻ്റെ സീറ്റ് എന്നല്ല, മെൻ്റൽ പ്രോസസ്സ് നടക്കുന്ന ഹാർട്ടിലാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പ്ലാറ്റോ പറഞ്ഞു അത് ബ്രെയിൻ ഈസ് ദ സീറ്റ് ഓഫ് മെൻ്റൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ഇങ്ങനെ ഡിഫറെൻറ്റ് തലത്തിലുള്ള ചിന്താഗതികൾ അന്ന് മുതലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു കാര്യങ്ങൾ മനസ്സെന്ന പഠനം അന്ന് മുതലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ, ബിഫോർ ക്രൈസ്റ്റിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
18,000 വരെ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിനായിട്ട് എമേർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു നമ്മളിതിൻ്റെ ഒരു ഏർലിസ്റ്റ് ഹിസ്റ്ററി നമ്മൾ ട്രേസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏർലി ഗ്രീക്സിലൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഒരു 17th സെഞ്ച്വറി പീരീഡിൽ ഫ്രഞ്ച് ഫിലോസഫറായിരുന്ന റെനെ ഡെസ്കറേറ്റ്സ് ഡ്യുവലിസം എന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേ കോൺസെപ്റ്റ്, ഡ്യുവലിസം എന്ന പേര് പിന്നീടാണ് വന്നതെങ്കിലും സെയിം കോൺസെപ്റ്റ് നേരത്തെ സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ബോഡി എന്ന് പറയുന്നതും സോൾ എന്ന് പറയുന്നതും രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതാണ് ഡ്യുവലിസം എന്ന് പറയുന്നത്. സോ ഡ്യുവലിസം അസേർട്ടഡ് ദാറ്റ് ദ മൈൻഡ് ആൻഡ് ബോഡി വർ ടു എൻറ്റിറ്റീസ്. ഇനി ഇവിടെ ഡെസ്കറേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വ്യൂ, ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് എൻറ്റിറ്റീസും, അതായത് മനസ്സും ബോഡിയും, മൈൻഡും ബോഡിയും ഇൻ്ററാക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫോം ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ റെനെ ഡെസ്കറേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബോഡി ആൻഡ് മൈൻഡ് ആർ ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് ആൻഡ് ദീസ് ടു എൻറ്റിറ്റീസ്, ബോഡി ആൻഡ് മൈൻഡ്, ഇൻ്ററാക്ട് ഈച്ച് അതർ ടു ഫോം ഹ്യൂമൻ എക്സ്പീരിയൻസസ്. ഇനി ഈ ഇൻ്ററാക്ഷൻ നടക്കുന്നത് എന്തിലൂടെയാണ്? ഇൻ്ററാക്ഷൻ നടക്കണമല്ലോ ഇവിടെ ഹ്യൂമൻ എക്സ്പീരിയൻസ് ഫോം ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇൻ്ററാക്ഷൻ നടക്കുന്നത് പീനിയൽ ഗ്ലാൻഡിലൂടെയാണ്. എങ്ങനെയാണ് നടക്കുന്നത്? പീനിയൽ ഗ്ലാൻഡിലൂടെയാണ് ഇൻ്ററാക്ഷൻ നടക്കുന്നത്. സോ ദ ഇൻ്ററാക്ഷൻ ഈസ് ത്രൂ പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ ഈ പീനിയൽ ഗ്ലാൻഡ് എവിടെയാണ് കാണുന്നത്? വിച്ച് ഇസ് ഡീപ്പ് വിത്തിൻ ദ ബ്രെയിൻ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ഇത്രയുമാണ്. അതായത് ബോഡിയും മൈൻഡും സെപ്പറേറ്റ് എൻറ്റിറ്റീസാണ്. ഈ രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റീസും ഹ്യൂമൻ എക്സ്പീരിയൻസ് ഫോം ചെയ്യാൻ വേണ്ടി ബ്രെയിനിനകത്തിരിക്കുന്ന പീനിയൽ ഗ്ലാൻഡിലൂടെ ഇൻ്ററാക്ട് ചെയ്യുന്നു. അത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളാണ്. ഡ്യുവലിസം എന്ന കോൺസെപ്റ്റ് പറഞ്ഞത് ബോഡി ആൻഡ് മൈൻഡ് ആർ ടു ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് which is interact each other to form human experiences, and the interaction is through the pineal gland, and the pineal gland is found deep within the brain. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻ്ററാക്ഷനിസം ആണ്. ഇൻ്ററാക്ഷനിസം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റാണ്. അന്നത്തെ കാലഘട്ടത്തിൽ മറ്റു ചില ഫിലോസഫേഴ്സിന് ഉണ്ടായിരുന്നത്, അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് മനസ്സിന് ബോഡിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ബോഡി ക്യാൻ ഇൻഫ്ലുവൻസ് മൈൻഡ് എന്നുള്ളതാണ്. ഓക്കെ, മൈൻഡ് ക്യാൻ ഇൻഫ്ലുവൻസ് ബോഡി ആൻഡ് ബോഡി ക്യാൻ ഇൻഫ്ലുവൻസ് മൈൻഡ് എന്നുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ഇൻ്ററാക്ഷനിസം എന്ന ഒരു ടേം കൊണ്ട് പറയുന്നത്. ഇനി സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റിന് ഫിസിയോളജിയും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫിസിയോളജിയുടെ ഒരുപാട് കാര്യങ്ങൾ, ഫിസിയോളജിക്കലായിട്ടുള്ള റിസർച്ചസ്, ബ്രെയിനിലും ബിഹേവിയറും ഒക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് റിസർച്ചസ് സൈക്കോളജിയിൽ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ജൊഹാനസ് മില്ലറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. ജൊഹാനസ് മില്ലർ പറയുന്നു ഇലക്ട്രിക്കൽ സിഗ്നൽസ്, നമ്മുടെ ബോഡിക്കകത്ത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് നെർവ്സിലൂടെ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ജൊഹാനസ് മില്ലർ. അതുപോലെ തന്നെ ഹെർമൻ വോൺ ഹെൽംഹോൾട്സ്, ജർമ്മൻ ഫിസിയോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോഡിയിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ഐസിൽ, ഇയേഴ്സിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ റിസപ്റ്റേഴ്സിന് റിസീവ് ആൻഡ് ഇൻ്റർപ്രിറ്റ് സെൻസേഷൻസ്, ഐയിലും ഇയേഴ്സിലുമുള്ള റിസപ്റ്റേഴ്സിന് ക്യാൻ റിസീവ് ആൻഡ് ഇൻ്റർപ്രിറ്റ് സെൻസേഷൻസ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. ഓക്കെ, അതാണ് നമ്മുടെ ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആരായിരുന്നു? ഹെർമൻ വോൺ ഹെൽംഹോൾട്സ്. ഓക്കെ, അപ്പോൾ ഈ ഫിസിയോളജിക്കലായിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിലെ മേജർ ഇവൻറ്റ്സ് മാത്രം വളരെ ചുരുക്കി നമ്മൾ പറയുകയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുമില്ല CDPO എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതിനെ ചുരുക്കി ഞാൻ തരികയാണ് നിങ്ങൾക്ക്. അനദർ കോൺട്രിബ്യൂട്ടറാണ് ഗുസ്റ്റാവ് ഫെച്നർ. അദ്ദേഹം ജർമ്മൻ ഫിലോസഫറാണ്, ഫിസിസ്റ്റാണ്, എക്സ്പെരിമെൻ്റൽ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഒരു ഫിസിക്കൽ സ്റ്റിമുലസിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നു, അതായത് അവർ പെർസെപ്ഷൻ ഓഫ് ഫിസിക്കൽ സ്റ്റിമുലസ് എങ്ങനെയാണ് നടക്കുന്നത്, ഒരു ഫിസിക്കൽ സ്റ്റിമുലസിനെ നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നതു എന്നതിനെ കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷനാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ നടത്തി അദ്ദേഹം ഒരു 19th സെഞ്ച്വറി ആയപ്പോഴേക്കും യൂറോപ്പിൽ ഒരു ന്യൂ ഫീൽഡ് ഓഫ് സൈക്കോളജി അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിനെ ഫൗണ്ടർ ഓഫ് സൈക്കോ ഫിസിക്സ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫൗണ്ടർ ഓഫ് സൈക്കോ ഫിസിക്സ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഗുസ്റ്റാവ് ഫെച്നർ. ഗുസ്റ്റാവ് ഫെച്നർ ഇസ് നോൺ ആസ് ഫൗണ്ടർ ഓഫ് സൈക്കോ ഫിസിക്സ്.
അതായത് നമ്മുടെ പെർസെപ്ഷനും ഫിസിക്കൽ സ്റ്റിമുലയും എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അവർ പെർസെപ്ഷൻ ഓഫ് ഫിസിക്കൽ സ്റ്റിമുലസ്, എങ്ങനെയാണ് ഈ ഒരു കാര്യം നടക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റിമുലസിനെ പെർസീവ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു 19th century ഒക്കെ ആയപ്പോഴത്തേക്കും യൂറോപ്പിൽ ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ പുതിയ ഫീൽഡ് ഓഫ് സൈക്കോളജി, ദാറ്റ് ഈസ് സൈക്കോഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഈ ഒരു വ്യൂവിൽ 20th century ആയപ്പോഴത്തേക്കും ഒരുപാട് സയൻറ്റിസ്റ്റുകളും ഒരുപാട് ഫിലോസഫേഴ്സും ഒക്കെ ഇൻസ്പയർ ആയി വന്നു. ഇനി 1879 ആയപ്പോഴത്തേക്കും വില്യം വൂണ്ട്, അനദർ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിസ്റ്റ്, അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആദ്യത്തെ നമ്മുടെ ഒരു ഫസ്റ്റ് ഫോർമൽ ലാബോറട്ടറി, സൈക്കോളജിയുടെ ഫസ്റ്റ് ഫോർമൽ ലാബോറട്ടറി യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഗിൽ സ്ഥാപിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇദ്ദേഹം ചെയ്തതുകൊണ്ട് ഇദ്ദേഹത്തിനെ അറിയപ്പെടുന്നത് ഹീസ് കൺസിഡേർഡ് ആസ് ദി ഫൗണ്ടർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗുസ്റ്റാവ് ഫെച്നറെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏത് ഫീൽഡിൻ്റെ എമർജൻസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു, സൈക്കോഫിസിക്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. സോ ഗുസ്റ്റാവ് ഫെച്നർ ഈസ് കൺസിഡേർഡ് ആസ് ഫൗണ്ടർ ഓഫ് സൈക്കോഫിസിക്സ്. ഹിയർ വില്യം വൂണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, വില്യം വൂണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സൈക്കോളജിയുടെ ആദ്യത്തെ ലാബോറട്ടറി എവിടെ സ്ഥാപിച്ചിട്ടുള്ളത്, ലൈപ്സിഗ്, യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഗിൽ ആദ്യത്തെ ലാബോറട്ടറി സ്ഥാപിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഗിൽ ആദ്യത്തെ സൈക്കോളജിക്കൽ ലാബോറട്ടറി സ്ഥാപിച്ചു എന്നുള്ളതാണ് വില്യം വൂണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഹീ ഈസ് കൺസിഡേർഡ് ആസ് ഫൗണ്ടർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. ഓക്കെ, അപ്പോൾ ആ ഒരു സൈക്കോളജിയെക്കുറിച്ചിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് സയൻറ്റിഫിക് ഡിസിപ്ലിൻ എന്ന ഒരു രീതിയിൽ ഒരു ഒഫീഷ്യൽ വർക്ക് ബിഗിൻ ചെയ്യുന്നത് ഈ ഒരു എക്സ്പെരിമെൻ്റൽ സൈക്കോളജീനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. ഓക്കെ, വില്യം വൂണ്ടിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന ജി സ്റ്റാൻലി ഹോള് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആദ്യത്തെ ലാബോറട്ടറി സ്ഥാപിച്ചു. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആദ്യത്തെ ലാബോറട്ടറി സ്ഥാപിച്ചിട്ടുള്ളത് വില്യം വൂണ്ടിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ജി സ്റ്റാൻലി ഹോളാണ്. 1883 അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി 1892 അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് മാറിയത്. ഇനി സൈക്കോളജി എന്ന് പറയുന്നത് വൂണ്ടിൻ്റെ എക്സ്പെരിമെൻ്റൽ സൈക്കോളജിയും എല്ലാം വന്നപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത് മൊത്തത്തിൽ വേൾഡിലുള്ള സ്റ്റുഡൻസിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യിക്കാനൊക്കെ കാരണമായി. അങ്ങനെ സൈക്കോളജി എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു വലിയ ഹിറ്റായിട്ട് മാറി. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സൈക്കോളജി എന്നൊരു ബിഗ് ഹിറ്റായിട്ട് മാറി. അങ്ങനെ 1893 ഏകദേശം US 24 യൂണിവേഴ്സിറ്റീസിൽ സൈക്കോളജിക്കൽ ലാബോറട്ടറി ഒക്കെ സ്ഥാപിച്ചു. അങ്ങനെ സൈക്കോളജി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വളർന്ന് ഒരു വലിയ സൈക്കോളജിക്കൽ ഒരു സയൻസ് ശാഖയായിക്കൊണ്ട് മാറുകയായിരുന്നു. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് സൈക്കോളജി എന്ന് പറയുന്ന സയൻസിനെ കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് പറയാനുണ്ട്. അതാണ് നമ്മുടെ സിലബസിൻ്റെ ഭാഗമായി നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. ആ ഒരു പോയിന്റ് കവർ ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സൈക്കോളജിയെക്കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ട് ഹിസ്റ്ററിയാണ്, വളരെ ബ്രീഫായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. സൈക്കോളജി ആസ് എ സയൻസ്, എങ്ങനെയാണ് സയൻസ് എന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് നമ്മൾ പറയുന്നത്? സയൻസ് എന്ന് പറയണമെങ്കിൽ അത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം, ബയാസ് ഫ്രീ ആയിരിക്കണം, അല്ലേ? അതായത് സയൻസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്രൂവ് ചെയ്യാൻ പറ്റണം. സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റുന്നതായിരിക്കണം സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സയൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സയൻറ്റിഫിക്കലി സ്റ്റഡീഡ് ആയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അൺബയാസ്ഡ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം, വെരിഫയബിൾ ആയിരിക്കണം, സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഒരു സബ്ജക്റ്റിനെ സയൻസ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഫോർമേഷനെ കളക്ട് ചെയ്യാൻ പറ്റണം, സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്യാൻ പറ്റണം. നമുക്ക് ജനറൽ പ്രിൻസിപ്പിൾസും തിയറീസും ഒക്കെ ഈ ഒരു ഡാറ്റ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഡാറ്റ അനാലിസിസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റണം. ഈ പ്രിൻസിപ്പിൾസിനെ നമുക്ക് ഹ്യൂമൻ പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെ ചെയ്യെങ്കിലാണ് നമുക്കത് സയൻസ് എന്ന രീതിയിൽ പറയാൻ പറ്റുള്ളൂ. ഇവിടെ സൈക്കോളജിക്കൽ സ്റ്റഡീസിൽ ഇതിൽ ഈ പറഞ്ഞിട്ടുള്ള 4 ഫങ്ഷൻസും, അതായത് സയൻറ്റിഫിക് മെത്തേഡ്സ് നമുക്ക് സയൻറ്റിഫിക് മെത്തേഡ്സിലൂടെ നമുക്ക് ഇൻഫോർമേഷനെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡാറ്റയെ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫോർമേഷനെ നമുക്ക് സിസ്റ്റമാറ്റിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോർമുലേഷൻ ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് നമുക്ക് പോസിബിളാണ്, ജനറൽ തിയറീസ് നമുക്ക് പോസിബിളാണ് ബേസ്ഡ് അപ്പോൺ ദി ഫൈൻഡിങ്സ് ഒബ്റ്റെയിൻഡ് ത്രൂ അനാലിസിസ് ഓഫ് ഡാറ്റ.
ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു കണ്ടെത്തിയ കാര്യങ്ങളെ നമുക്ക് ഹ്യൂമൻസ് പ്രോബ്ലത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വി ക്യാൻ സേ സൈക്കോളജി ഈസ് എ സയൻസ്. സൈക്കോളജിയുടെ സയൻസ് നാച്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. സയൻറ്റിഫിക് മെത്തേഡ്സ് ഉപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നു, അനലൈസ് ചെയ്യാൻ പറ്റുന്നു, സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ് ഡാറ്റ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നു, ജനറൽ പ്രിൻസിപ്പിൾസും തിയറീസും ഈ ഒരു കളക്റ്റഡ് ഡാറ്റയുടെ അനാലിസിസിലൂടെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമ്മൾ ഫോം ചെയ്ത പ്രിൻസിപ്പിൾസ്, നമ്മൾ ഫോം ചെയ്ത തിയറീസ് നമുക്ക് ഹ്യൂമൻ ലൈഫിലേക്ക്, മനുഷ്യൻ്റെ ലൈഫ് ശരിയായ രീതിയിൽ നടന്നു പോകുന്നില്ല, മനുഷ്യൻ്റെ ലൈഫ് ഹാപ്പി ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നതൊക്കെ പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി മുതൽ സൈക്കോളജി ക്ലാസ്സുകൾ എല്ലാ ബുധനാഴ്ചയും CDPO എക്സാമിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ മറക്കാതെ കാണുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.